വർത്തമാനകാല ഇന്ത്യയിൽ ഈ രാജ്യവും മതേതരത്വവുമൊക്കെ വെല്ലുവിളി നേരിടുന്നു എന്ന കാര്യത്തിൽ ഈ വേദിയിലും സദസ്സിലുമുള്ള ആർക്കെങ്കിലും തർക്കമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അക്കാര്യത്തിൽ നമ്മളെല്ലാവരും സമാനമായ അഭിപ്രായമുള്ളവരായിരിക്കുമെന്ന് തന്നെയാണ് നിശ്ചയമുള്ളത്. നമ്മുടെ നാട് സംഘപരിവാറിൻ്റെ, RSSൻ്റെ, BJPയുടെ ഭരണകാലയളവിനിടയിൽ ഈ കേവലമായ ഒരു പതിറ്റാണ്ടിൻ്റെ ഇടയിലെ കാലത്തിനിടയിൽ തന്നെ എത്രമാത്രം അപകടകരമായ രീതിയിൽ അത് പരിവർത്തനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അനുഭവത്തിലൂടെ അറിയുന്ന ആളുകളാണ്. ആര് ഭരിച്ചാലും ഞങ്ങൾക്കെന്താ എന്ന ലാഘവമായ ജനാധിപത്യ ബോധമില്ലാത്ത വർത്തമാനങ്ങൾ അങ്ങനെയല്ല എന്ന് ഈ 10 വർഷത്തെ തികഞ്ഞ് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ള 3ാം ടേമിലുള്ള നരേന്ദ്രമോദിയുടെ ഭരണമെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആര് ഭരിച്ചാലും ഒരുപോലെയല്ല എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവ് ജനാധിപത്യ ബോധമുള്ള രാജ്യത്തെ പൗരന്മാരെ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഓരോ ദിവസവും പ്രതിസന്ധിയുടെയും പുതിയ പരീക്ഷണങ്ങളുടെയും വർഗീയതയുടെ ഏറ്റവും തീവ്രമായ അനുഭവങ്ങളുടെയും ഒക്കെ വാർത്ത വരുമ്പോൾ പോലും പ്രത്യാശ കൈവിടാത്തൊരു ജനാധിപത്യ സമൂഹം ഇവിടെ ഉണ്ടാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനും സൂചിപ്പിക്കാനുമുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ രണ്ടായിട്ട് നമുക്ക് എളുപ്പത്തിൽ വിഭജിക്കാൻ കഴിയും. അത് 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിൻ്റെ തങ്കത്താഴികക്കുടങ്ങൾ തകർത്തെറിയുന്ന ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലകുനിച്ച ഒരു അനുഭവവും ബാബരിക്ക് മുമ്പുള്ള ഇന്ത്യയും ബാബരിക്ക് ശേഷമുള്ള ഇന്ത്യയുമെന്ന് അതിനെ വേർതിരിക്കാൻ ചരിത്രത്തിൽ എളുപ്പമാണ്. ബാബരി മസ്ജിദ് തകർക്കാൻ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെയുള്ള ആസൂത്രണങ്ങളും 4-5 പതിറ്റാണ്ട് കാലം നീണ്ട പ്രയത്നങ്ങളും പരിശ്രമങ്ങളും അജണ്ടകളുമൊക്കെ സംഘപരിവാറിന് ആവശ്യമായി വന്നിട്ടുണ്ട്. അത് രാജ്യത്തെ തന്നെ വിഭജിക്കുമാറ്, രാജ്യത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളെ തന്നെ വിഭജിക്കുമാറ് ആ ബാബരി മസ്ജിദിൻ്റെ ചരിത്രം അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വർത്തമാനകാല ഇന്ത്യയിൽ 600-700 വർഷം പഴക്കമുള്ള ദില്ലിയിലെ മെഹ്റലിയിലെ അഹോഞ്ചി മസ്ജിദ് ഒറ്റ പാതിരാത്രിയുടെ ഇരുളിൻ്റെ മറവിൽ ദില്ലി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആ മസ്ജിദും മക്ബറയും മദ്രസയും ആ പള്ളിയുടെ അധീനതയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും തുടച്ചു നീക്കിയപ്പോൾ വർത്തമാനകാലം എന്നോടും നിങ്ങളോടും പറയുന്നൊരു കാര്യമുണ്ട്. അത് അന്ന് സംഘപരിവാറിന് ഇന്ത്യയിലെ ഒരു പള്ളി തുടച്ചു നീക്കണമെങ്കിൽ 5 പതിറ്റാണ്ടിൻ്റെ പ്രയത്നം ആവശ്യമുണ്ടെങ്കിൽ വർത്തമാനകാല ഇന്ത്യയിൽ 1 മണിക്കൂറിൻ്റെ പാതി പോലും ആവശ്യമില്ലാത്ത നാടായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന അനുഭവമാണ്. ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അതിൻ്റെ വിവാദങ്ങൾ, ബാബരി പള്ളിയുടെ ഭൂമി പിന്നെ വിവാദ ഭൂമിയും തർക്കഭൂമിയുമായി മാറുകയും അത് രാം ജന്മഭൂമിയായി പിന്നീട് കോടതി പോലും, സുപ്രീം കോടതി പോലും ഇത് ന്യായം മുസ്ലിം വിശ്വാസികളുടെ പക്ഷത്താണ്, എങ്കിലും ഒരു സെറ്റിൽമെൻ്റ് എന്ന നിലയിൽ ഈ പള്ളിക്ക് പകരം ഇവിടെ ക്ഷേത്രമുയരട്ടെ എന്ന അന്യായമായ നീതിപീഠത്തിൻ്റെ വിധി രാജ്യം കേട്ട ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചത്. ആ വിധിക്ക് പോലും, സുപ്രീം കോടതിയുടെ വിധിക്ക് പോലും പതിറ്റാണ്ടിൻ്റെ കാലയളവ് പിന്നെയും എടുത്തു. എന്നാൽ 13ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരനും പോർച്ചുഗീസുകാരനും ഡച്ചുകാരനുമൊക്കെ വരുന്നതിന് മുമ്പും അവരുണ്ടായ കാലത്തുമൊക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുജൂദ് ചെയ്ത മധ്യപ്രദേശിലെ പള്ളി ഹിന്ദു ക്ഷേത്രമായി സ്ഥാപിക്കണമെന്ന മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത് കഴിഞ്ഞ ദിവസമാണ്. ബാബരി മസ്ജിദിൻ്റെ സമാനമായ അനുഭവങ്ങൾ പിന്നീട് തുടർച്ചയായി ഉണ്ടാവുന്ന എന്നൊരു ശൈലിയും ശീലവുമുള്ള നാടായി നമ്മുടെ നാട് മാറുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും പ്രഗത്ഭമതിയായ പാർലമെൻ്ററിയനായ ഗുലാം മുഹമ്മദ് ബനാത്തുവാല സാഹിബ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉന്നയിച്ച വിഷയത്തിൻ്റെ ഫലമായി, ബില്ലിൻ്റെ ഫലമായി ഇവിടെ ഈ വേർഷിപ്പ് ആക്ട് 1991-ലും 2-ലുമായി ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ അതിലൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അതായത് 47-ൽ ഈ രാജ്യത്തെ പള്ളി ആരുടെ കയ്യിലാണോ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, അമ്പലം ആരുടെ കയ്യിലാണോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ചർച്ച് ആരുടെ കയ്യിലാണോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച്
അതിൻ്റെ ചരിത്രങ്ങൾ ചികഞ്ഞ് ഒരു തർക്കത്തിന് സാധ്യതയില്ല എന്ന് തീരുമാനിച്ച നാട്ടിലാണ് ആ കോടതി വിധി നിലനിൽക്കെ, രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കെ, ആ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സുപ്രീം കോടതികളും ഹൈക്കോടതികളും വിധി പ്രസ്താവങ്ങൾ നടത്തുന്നു എന്നിടത്താണ് നമ്മൾ ഈ അപകടത്തെ ഗൗരവത്തിലെടുക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത്രയും അപകടകരമായ ഇന്ത്യയുടെ ഏറ്റവും നീതിപൂർവമെന്ന് നമ്മൾ അവസാനത്തെ ആശ്രയമായി പ്രതീക്ഷിക്കുന്ന സുപ്രീം കോടതിയും ഹൈക്കോടതികൾ പോലും ഏകപക്ഷീയമായ അനീതിയുടെ അന്യായമായ വിധി പ്രസ്താവങ്ങൾ നടത്തുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ മതേതരത്വം പ്രതിസന്ധിയിലാണ് എന്ന് പറയാൻ കൂടിയാലോചനകളോ ഗവേഷണങ്ങളോ ആവശ്യമില്ല എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടാവില്ല. നിരന്തരമായ വംശീയതയുടെ, വർഗീയതയുടെ ഉദാഹരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മണിക്കൂറുകൾക്ക് മുമ്പാണ് മണിപ്പൂരിൽ 3 പാസ്റ്റർമാരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഒരു പരിധിവരെ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് വാർത്തയല്ലായിരുന്നു, അതൊരു ശീലമായിരുന്നു. എന്നാൽ കന്യാസ്ത്രീക്ക് നേരെ അക്രമമുണ്ടായപ്പോൾ രാജ്യം മുഴുവൻ അപലപിക്കുന്നത് കണ്ടപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയെങ്കിലും അക്രമമുണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ മതേതര ബോധം ഉണരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെയും ഇന്ന് സമാനമായി മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണോ ആക്രമിക്കപ്പെട്ടത്, അവരാക്രമിക്കപ്പെടുമ്പോൾ രാജ്യം എങ്ങനെയാണ് നിസ്സംഗമായി നിന്നത്, അതുപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുമ്പോൾ രാജ്യം നിസ്സംഗമായി നിൽക്കുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരികയാണ്. മണിപ്പൂർ പോലൊരു കലാപം, ഒരുപക്ഷെ പാലസ്തീനിലെ ഇസ്രായേലിൻ്റെ അധിനിവേശം പോലും എല്ലാ മാധ്യമങ്ങളെയും അവർ പ്രതിസന്ധിയിലും അവർ തടഞ്ഞു വെക്കുകയും അവർക്ക് അവിടേക്കുള്ള പ്രവേശനം പോലും നിഷേധിക്കുകയും ചെയ്യുമ്പോൾ പോലും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും എനിക്കും നിങ്ങൾക്കും ഒരല്പമെങ്കിലും ലഭ്യമാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും രാജ്യത്ത് മണിപ്പൂരിൽ ഒറ്റയൊരു ദൃശ്യമാണ് ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടത്. ഒരു യുവതിയായ മണിപ്പൂരുകാരി നഗ്നയായി ഈ സംഘപരിവാറിൻ്റെ ആൾക്കൂട്ടത്തിനിടയിൽ കലാപകാരികൾക്ക് ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന, നിലവിളിച്ചോടുന്ന ചിത്രം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ രാജ്യം തലകുനിച്ചു. ഒറ്റ ചിത്രം, മണിപ്പൂരിൻ്റെ കൂട്ടക്കൊലയുടെ കലാപത്തിൻ്റെ ചിത്രം ലോകത്തിന് മുന്നിൽ തലകുനിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചെങ്കിൽ ആ മണിപ്പൂരിൽ നിന്ന് പുറത്തു വരാത്ത 100 10,000 ചിത്രങ്ങളുണ്ട്. അതാണ് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി. സംഘപരിവാറിന് വേണ്ടി മാത്രം കുഴലൂതുന്ന മാധ്യമങ്ങളുണ്ടാവുന്ന നാടായി നമ്മുടെ നാട് പിന്നെയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നിടത്താണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപകടകരമായ ജനാധിപത്യ ധ്വംസനത്തിൻ്റെയും ഭരണഘടനാ വിരുദ്ധതയുടെയും അനുഭവങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. രാജ്യം എന്തു പറഞ്ഞാലും ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ഭരിക്കണമെന്ന്. ജനങ്ങളുടെ ജനഹിതമാണ്, ജനത്തിൻ്റെ ഭൂരിപക്ഷമാണ് ഇവിടെ നാടിൻ്റെ അധികാരത്തെ നിർണ്ണയിക്കുക. അതാണ് ഇതിൻ്റെ സങ്കല്പം. ഭൂരിപക്ഷ ഹിതം ശരിയോ തെറ്റോ എന്നുള്ള അതിൻ്റെ ഗവേഷണമായ മറ്റൊരു തലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് മറ്റൊന്നാണ്. പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെങ്കിലും മാനിക്കണമെന്നാണ് ജനഹിതം, ജനാധിപത്യം, ജനായത്വം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ചേർന്നൊരു പാനലാണ് ഇത്രയും പതിറ്റാണ്ടുകളായി ഇന്ത്യ പിന്തുടർന്നു പോരുന്നത്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയും എന്നായിട്ടത് മാറി. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആ പട്ടികയിൽ നിന്ന് പുറത്തായി. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്താണോ തീരുമാനിക്കുന്നത് അയാളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയർമാൻ. എളുപ്പമാണ്, അവിടെ തീർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയർമാനെ നിശ്ചയിക്കുന്ന ജനാധിപത്യ അട്ടിമറിയിൽ അവസാനിപ്പിച്ചില്ല. രാജ്യത്ത് ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ആളുകൾക്കൊരു ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു പരിരക്ഷയുണ്ട്. രാജ്യത്തെ പ്രധാനമന്ത്രിക്കുണ്ട്, പ്രസിഡന്റിനുണ്ട്, ഗവർണർക്കുണ്ട്. അങ്ങനെ ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന പല ആളുകൾക്കും ക്രിമിനൽ നടപടിക്രമങ്ങളിൽ നിന്ന് മറ്റു പല വിഷയങ്ങളിൽ അവർക്ക് പരിരക്ഷയുണ്ട്, നിയമപരമായ പരിരക്ഷയുണ്ട്. രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ, ക്രിമിനൽ നടപടികൾ വിധേയമാക്കാൻ, അദ്ദേഹത്തെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ, ഏതെങ്കിലും ഒരു കേസിൽ പ്രതി ചേർക്കാനൊക്കെയുള്ള നിയമപരമായ പരിരക്ഷ രാജ്യത്തിൻ്റെ ഭരണഘടനയിലുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ രാജ്യത്ത് പരിരക്ഷയുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത പരിരക്ഷ. പ്രസിഡന്റിൻ്റെ പദവിയിൽ എടുത്തൊരു തീരുമാനത്തെ, അല്ലെങ്കിൽ ആ കാലയളവിൽ അദ്ദേഹം നടത്തിയൊരു ക്രിമിനൽ ആക്ടിവിറ്റിയെ,
അദ്ദേഹം ആ കസേരയിൽ നിന്നൊഴിഞ്ഞാൽ അദ്ദേഹത്തെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനും പ്രോസിക്യൂട്ട് ചെയ്യാനും രാജ്യത്തിൻ്റെ നിയമത്തിൽ ഉണ്ട്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കസേരയിലിരിക്കുന്ന കാലത്ത് മാത്രമല്ല, അവിടെ നിന്ന് വിരമിച്ചു പോയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പ്രോസിക്യൂട്ട് ചെയ്യാൻ, വിചാരണ ചെയ്യാൻ, ഒരു കേസിൽ പ്രതി ചേർക്കാൻ, അന്യായത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ജനാധിപത്യപരമായും നിയമപരമായും സാധ്യതയില്ലാത്ത നാടായി ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വോട്ട് ചോരിയോ ഹരിയാന ഫയൽസോ, അങ്ങനെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്രയെത്ര ജനാധിപത്യ വിരുദ്ധമായ അട്ടിമറികളെക്കുറിച്ച് പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയാത്തതിന് പിന്നിൽ ഞങ്ങൾ ആരെയും കൂസാക്കേണ്ടതില്ല എന്ന ആത്മധൈര്യമുണ്ട്. അത് അമിതമായ ജനാധിപത്യ വിരുദ്ധതയുടെ കാപട്യമുള്ള ധൈര്യമാണ്. നമ്മൾ ചോദിക്കേണ്ടതുണ്ട്, അതിനെ മറികടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകളാണ് എന്നേക്കാൾ നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ട ഭൂമിയിൽ നമ്മുടെ പയ്യന്നൂരുൾപ്പെടെ ഈ കേരളത്തിലുൾപ്പെടെ ദണ്ഡി യാത്രയുമായി അദ്ദേഹം കടന്നു വന്നു. ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടത്തി. നമ്മൾ ചരിത്രത്തിൽ കൗതുകത്തോടെ ആലോചിക്കാറുണ്ട്, എന്താണ് ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി യാത്ര, അതിൻ്റെ പ്രസക്തി എന്താണ്? ഉപ്പ് എന്നത് എൻ്റെയും നിങ്ങളുടെയും ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നിത്യേന ആവശ്യമുള്ള അവശ്യ സാധനങ്ങളിലൊന്നാണ് ഉപ്പ്. ആ ഉപ്പിൻ്റെ മേലിൽ പോലും ഇന്ത്യയിലെ പൗരന് അവകാശമില്ലെന്ന് ബോധ്യപ്പെടുത്താൻ മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും അതിൻ്റെ പ്രമേയത്തിൻ്റെ പിൻബലമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ സമരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. സാധാരണക്കാരൻ, ഞാനും നിങ്ങളും വീട്ടിൽ ദിനേന ഉപയോഗിക്കുന്ന ഉപ്പിന് പോലും ബ്രിട്ടീഷുകാരൻ്റെ ഇന്ത്യയിൽ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല എന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്താൻ എത്ര എളുപ്പത്തിലുള്ള സമരമുദ്രാവാക്യമായിരുന്നു അത് എന്ന് നമുക്ക് തിരിച്ചറിയും. അതുതന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിൽ പോവാത്തത് എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് നിങ്ങളെന്താ കോടതിയിൽ നിയമ നടപടികളുമായി പോവാത്തത്? പോയിട്ട് കാര്യമില്ല എന്ന നാടായി നമ്മുടെ നാട് മാറുന്നു എന്ന പ്രശ്നമുള്ളതുകൊണ്ടാണ്. ഈ രാജ്യത്തെ പൗരനെ ബോധവൽക്കരിക്കലാണ് ആകെയുള്ള പരിഹാരം എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലെ പൗരൻ്റെ എല്ലാ സാധാരണക്കാരൻ്റെയും ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവൻ്റെ വോട്ടാണ്, സമ്മതിദാനാവകാശമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന ഏറ്റവും മിനിമം ഗ്യാരണ്ടിയാണത്. ഈ രാജ്യത്തെ പൗരനെ നോക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ പറയുന്നത്, നിങ്ങളുടെയും എൻ്റെയും പ്രാഥമികമായ അവകാശമായ വോട്ടിൽ പോലും എനിക്കും നിങ്ങൾക്കും അവകാശമില്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളാണ് വർത്തമാനകാല ഇന്ത്യ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ ഭാഗമാവുക എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വെറുപ്പിനെതിരെ സ്നേഹത്തിൻ്റെ കമ്പോളത്തിൻ്റെ കട തുറക്കുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ ജനാധിപത്യ ബോധമുള്ള ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരുപക്ഷെ ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അഹമ്മദ് പട്ടേൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാവും എന്ന് BJPയുടെ നെറേറ്റീവാണ്. എന്താണ് അഹമ്മദ് പട്ടേലിന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ? തിരിച്ചു ചോദിക്കാൻ സാധ്യമല്ലാത്തൊരു നാടാണ് ഗുജറാത്ത്. ന്യായമായ ചോദ്യം അതാണ്, എന്തുകൊണ്ട് അഹമ്മദ് പട്ടേലിന്, ഗുജറാത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും സുപ്രീം ലീഡറായ അഹമ്മദ് പട്ടേൽ എന്തുകൊണ്ട് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് തിരിച്ചു ചോദിക്കാൻ ഒരുപക്ഷെ കോൺഗ്രസിന് പോലും അവിടെ സാധ്യമാവാറില്ല. കാരണം ഗുജറാത്തിൻ്റെ രാഷ്ട്രീയം അത്രയും അപകടകരമായി ധ്രുവീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രിയാവും എന്നതൊരു രാഷ്ട്രീയ ആരോപണവും ഗുരുതരമായ ഭരണ പ്രശ്നവുമായി മാറുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവും എന്ന് പറയുന്നത് ഈ നാടിനെ മൊത്തം തകിടം മറിക്കുന്ന രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നത് എങ്ങനെയാണ്? 5 മന്ത്രിമാർ 6 മന്ത്രിമാർ മുസ്ലിം പേരുകാരുള്ളവർ ഈ സംസ്ഥാന സർക്കാരിലുണ്ടാവുമെന്ന് പറയുന്നത് എങ്ങനെയാണ് കേരളത്തെ നടുക്കുന്ന വാർത്തയായി മാറുന്നത്? കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ സർക്കാരിൽ 10 നായർ സമുദായത്തിൻ്റെ പ്രതിനിധികളും ഒരു പട്ടികജാതിക്കാരൻ പോലുമില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയായി അവസാനത്തെ മന്ത്രിസഭ കേരളത്തിൽ പടിയിറങ്ങിയിട്ടുണ്ട്. അവിടെ കേരളത്തിൽ ഒരു സാമുദായിക സമവാക്യവും തകർന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ മറുഭാഗത്തൊരു മുസ്ലിം പേരുകാരനെ ഉയർത്തി തന്നെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു നാടായി കേരളം പോലും മാറുന്നിടത്താണ് നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. സംഘപരിവാർ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാം, പക്ഷേ സംഘപരിവാർ വിരുദ്ധ ചേരിയിൽ നമ്മളൊന്നാണ് എന്ന് നമ്മളൊക്കെ ധരിക്കുന്ന കക്ഷികൾ ഉൾപ്പെടെ ആ പ്രചാരണത്തെ ഏറ്റെടുക്കുന്നതിൻ്റെ അപകടത്തെ അവരെങ്കിലും തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
അതിനുള്ള തിരിച്ചടിയാണ്. കേരളം ഞങ്ങൾ അങ്ങനെയല്ല എന്നതിൻ്റെ തിരിച്ചടിയാണ് ഇത്തവണ നൽകിയത്. എല്ലാ വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും സാമുദായികതയുടെ മേലങ്കിയണിഞ്ഞ് പരമത വിദ്വേഷത്തെ പ്രസരിപ്പിക്കുന്ന ആളുകൾക്കും നിങ്ങൾ പറയുന്നിടത്ത് നിൽക്കാൻ ഞങ്ങൾ ഒരുക്കമല്ലെന്ന് മലയാളിയുടെ രാഷ്ട്രീയ ബോധ്യം തുറന്നു പറഞ്ഞൊരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെ ഏറ്റവും ആധികാരികമായി വിലയിരുത്താനും പുതിയ കാലത്ത് പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ പറയാനും ഞങ്ങൾ 400 സീറ്റുമായി ഇന്ത്യയിൽ അധികാരം പിടിക്കുമെന്നും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മാറ്റിയെഴുതുമെന്ന അഹങ്കാരത്തിൻ്റെ വർത്തമാനം പറഞ്ഞ നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാറിൻ്റെയും മുന്നിൽ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചെൽപ്പടിയിലാക്കിയിട്ടും രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിൽ 400 സീറ്റ് പോയിട്ട് BJP പ്രതീക്ഷിച്ച സീറ്റുകൾ പോലും നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നിടത്ത് നമ്മൾക്കിനിയും പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ പറയണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 2 സീറ്റിൽ നിന്ന് സംഘപരിവാറിന് BJPക്ക് 3ാം തവണയും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു വരാൻ BJPക്ക് സാധിക്കുമെങ്കിൽ, രാജ്യത്തെ വിഭജിച്ചിട്ട് സംഘപരിവാറിന് സാധിക്കുമെങ്കിൽ, രാജ്യം ഒന്നിക്കണമെന്ന് പറയുന്ന മറുതലക്കിലുള്ള ഏറ്റവും വിശാലമായ മുദ്രാവാക്യം നമ്മൾ ഉയർത്തിയാൽ ആ മുദ്രാവാക്യത്തിന് 2 അക്കത്തിലധികമുള്ള സംഖ്യയിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണതലത്തിലേക്ക് തിരിച്ചു വരാൻ എന്തുകൊണ്ട് സാധ്യമാവില്ല എന്നതാണ് ശുഭാപ്തി വിശ്വാസമുള്ള രാഷ്ട്രീയ ബോധ്യം. ആ ബോധ്യം നമുക്കുണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവകാശ പോരാട്ടങ്ങളിലും ഇത് തന്നെയാണ്. 10 മിനിറ്റ് കഴിഞ്ഞില്ലേ? ഓക്കെ, ഞാൻ നിർത്തി. അടുത്ത വിഷയത്തിലേക്ക് പോണില്ല. ഏതായാലും നമ്മുടെ നിശ്ചയമുള്ള രാഷ്ട്രീയ നിലപാടുകൾ പുതിയ കാലത്ത് വർഗീയതയുടെ, വംശീയതയുടെ, പരമത വിദ്വേഷത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുമ്പോൾ അതല്ല എന്ന് പറയാൻ, അത് പറഞ്ഞതുകൊണ്ട്, നിലപാട് പറഞ്ഞതുകൊണ്ട് ഒന്നും നഷ്ടമാവില്ല. 9/11 വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ അധ്യായത്തിന് ശേഷമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മേഖലകളിൽ ഇസ്ലാമോഫോബിയയുടെ, മുസ്ലിം ഭീതിയുടെ ഏറ്റവും രൂക്ഷമായ, തീവ്രമായ പ്രചരണങ്ങൾ ഉണ്ടായത്. അതേ ന്യൂയോർക്കിൽ, അമേരിക്കയിൽ, അവിടെ ഈ വലതുപക്ഷത്തിൻ്റെ മുഴുവൻ വർഗീയമായ, മുസ്ലിം വിരുദ്ധമായ പ്രചരണങ്ങളെയും നടുനിവർത്തി നേരിട്ടുകൊണ്ട് സഹ്റാൻ മംദാനി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ന്യൂയോർക്കിൻ്റെ മേയറായി മാറുന്ന വർത്തമാനകാല ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വർഗീയത പറയുന്നവൻ്റെ ചേർന്ന് നിൽക്കലല്ല, വിദ്വേഷം പറയുന്നവനെ പിന്തുണക്കലല്ല, അവരോട് നോ പറയാൻ കഴിയുന്ന നിശ്ചയദാർഢ്യമുള്ള നിലപാടുകളുള്ള രാഷ്ട്രീയം പറയാൻ നമുക്ക് കഴിയണം. അതിൻ്റെ പേരിൽ എന്തു നഷ്ടങ്ങളുണ്ടായാലും അത് സഹിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന ധീരമായ ധാർമ്മികതയുള്ള നിലപാട് പറയാൻ നമുക്ക് സാധ്യമാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ സംഗമത്തിന് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.